മലയാളത്തിന് സ്വന്തം സിഡ്നി മലയാളി റേഡിയോ 2000. അടുത്തത് മാതൃദിന പ്രത്യേക പരിപാടി അമ്മ മനസ്സ്. അവതരിപ്പിക്കുന്നത് ഡോക്ടർ ലളിത പോൾ. നമസ്കാരം, ഞാൻ ലളിത. എല്ലാ മാന്യ ശ്രോതാക്കൾക്കും അമ്മ മനസ്സിലേക്ക് സ്വാഗതം. ലോകത്തിൽ ഏറ്റവും പ്രകടമായി കാണുന്ന സ്നേഹവികാരം അമ്മയുടേതാണ്. അതിനു പകരം വയ്ക്കാൻ മറ്റൊന്നില്ല. ഒരു കുഞ്ഞ് ജനിക്കുന്നതിലൂടെ അതിലും മഹിമയേറിയ ഒരാൾ ജനിക്കുകയാണ് അമ്മ. എല്ലാ കാലത്തും എല്ലാ മതങ്ങളും അമ്മയ്ക്ക് ഉന്നത സ്ഥാനമാണ് നൽകിയിരിക്കുന്നത്. പ്രശസ്തനായ ഏബ്രഹാം ലിങ്കൻ അദ്ദേഹത്തിന്റെ അമ്മയെക്കുറിച്ച് ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്: ഞാൻ കണ്ട ഏറ്റവും വലിയ ജീവിതവും ഞാൻ വായിച്ച മഹത്തായ പുസ്തകവും എന്റെ അമ്മയാണ്. നമുക്ക് ഒരു കവിതയിലൂടെ ഇന്നത്തെ പരിപാടി ആരംഭിക്കാം. മലയാളത്തിന്റെ പ്രിയ കവിയും ജ്ഞാനപീഠ ജേതാവുമായ ശ്രീ ONV കുറുപ്പിന്റെ അമ്മ എന്ന കവിത നിബു ചെറിയാന്റെ ആലാപനത്തിലൂടെ നമുക്ക് ആസ്വദിക്കാം. അമ്മ വിളിക്കുന്നു പോരുവിൻ മക്കളെ, അമ്മയോടൊപ്പം നടക്കുവിൻ മക്കളെ. അമ്മ വിളിക്കുന്നു പോരുവിൻ മക്കളെ, അമ്മയോടൊപ്പം നടക്കുവിൻ മക്കളെ. തമ്മിലിടയുന്ന മക്കളെ പിന്നെയും തന്നോടടുപ്പിച്ചുമൊപ്പം നടത്തിയും അമ്മ കിതച്ചും വിറച്ചും നടക്കുന്നു, തന്മേ തളർച്ച മറന്നു നടക്കുന്നു. തർക്കിച്ചു തങ്ങളിൽ കൊത്തുന്ന കൊല്ലുന്ന മക്കളെ തൻ ചിറകിൻ നിഴലിൽ സ്നേഹവ്യഗ്രതയാർ നമ്മ നിർത്തുന്നു. മത്സരം വ്യർത്ഥമെന്നോതുന്നു, മേലെ ഉരുക്കിന്റെ കൊക്കും ചിറകുമെഴുന്നൊരു കൂറ്റനാം പക്ഷി ചിറകടിച്ചെത്തുന്നു. ഞാനാണു രക്ഷകൻ, വിട്ടുതരൂ നിന്റെ മക്കളെ, ഉച്ചത്തിലങ്ങനെ ആർക്കുന്നു. പാവമാം കൊച്ചുങ്ങളെ അമ്മമാരോടടുപ്പിച്ചു നിർത്താനുഴറവേ, ആത്മപ്രതിരോധ ശക്തമാം സ്നേഹവിശ്വാസങ്ങളാം പിതൃദത്ത കവച കർണാഭരണങ്ങളും സൂത്രത്തിൽ യാചിച്ചവർക്കു നൽകി കുരുക്ഷേത്രത്തിലേക്കു നടക്കുന്നുവോ മക്കൾ. ഇന്നും അതീത സ്മൃതി ഗുഹകൾക്കുള്ളിൽ നിന്നുയരുന്നുവോ മാതൃവിലാപങ്ങൾ. ഇന്നും അതീത സ്മൃതി ഗുഹകൾക്കുള്ളിൽ നിന്നുയരുന്നുവോ മാതൃവിലാപങ്ങൾ. അമ്മ വിളിക്കുന്നു. ഇന്ന് നമ്മോടുകൂടെ അമ്മ മനസ്സിൽ വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ 2 അമ്മമാർ എത്തിയിട്ടുണ്ട്. ശ്രീമതി എൽസമ്മ ജോർജും ശ്രീമതി മിനി സെബിയും. എൽസമ്മ ആന്റി, നമസ്കാരം. അമ്മ മനസ്സിലേക്ക് സ്വാഗതം. നമസ്കാരം ലളിത. എൽസമ്മ ആന്റി സിഡ്നിയിൽ വന്നിട്ട് ഇപ്പോൾ എത്ര കൊല്ലമായി? ഞങ്ങൾ സിഡ്നി വന്നിട്ട് 32 വർഷമായി. ഓ, വീട്ടിലാരൊക്കെയുണ്ട്? എൻ്റെ വീട്ടിൽ എൻ്റെ ഭർത്താവും എനിക്ക് 4 മക്കളുണ്ട്, 2 കൊച്ചുമക്കളുമുണ്ട്. ഓ, അപ്പോൾ ഒരു മുത്തശ്ശിയാണല്ലേ? മുത്തശ്ശിയാകാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. എൽസമ്മ ആന്റിനെ സംബന്ധിച്ചിടത്തോളം മാതൃദിനത്തിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? ഒന്ന് വിശദീകരിക്കാമോ? ഞാൻ ട്രൈ ചെയ്യാം. അമ്മമാരുടെ നിസ്വാർത്ഥമായ സേവനത്തെപ്പറ്റിയും സഹനത്തെപ്പറ്റിയും ആദരവോടെയും ബഹുമാനത്തോടെയും മക്കൾക്ക് ഓർമ്മിക്കാനുള്ള ഒരു അവസരമാണ് മദേഴ്സ് ഡേ. അതെ. വിലപ്പെട്ട സമ്മാനങ്ങളോ പൂച്ചെണ്ടുകളോ ഒന്നും അവരാഗ്രഹിക്കുന്നില്ല. അവർക്ക് പ്രത്യേക മക്കളുടെ സാന്നിധ്യമാണ് ആവശ്യം. അത് വളരെ സന്തോഷം അവർക്ക് കൊടുക്കും. ചുരുക്കി പറഞ്ഞാൽ അവരുടെ ആന്തരിക സ്നേഹം മാത്രമാണ് അമ്മമാർ ആഗ്രഹിക്കുന്നത്. അതെ. നമസ്കാരം മിനി, അമ്മ മനസ്സിലേക്ക് സ്വാഗതം. നമസ്കാരം ലളിത. മിനി സിഡ്നിയിൽ വന്നിട്ട് ഇപ്പോൾ എത്ര കൊല്ലമായി? ഇപ്പോൾ സിഡ്നിയിൽ 7 വർഷമായി. ആണല്ലേ. നാട്ടിൽ നിന്ന് നേരിട്ടാണോ ഇങ്ങോട്ട് വന്നത്? അല്ല, ഞങ്ങൾ 3 രാജ്യം, 3ാമത്തെ രാജ്യം. ഇതിപ്പോ 3ാമത്തെ രാജ്യമാണല്ലേ. മസ്കറ്റിൽ ഒരു 7 വർഷം, ഇംഗ്ലണ്ടിൽ ഒരു 3 വർഷം ഉണ്ടായിരുന്നു. കുട്ടികളെയും കൊണ്ടാണ് ഇങ്ങോട്ട് വന്നത് അല്ലേ. കുട്ടികളെയും കൊണ്ട് പല രാജ്യങ്ങൾ കടന്നു വന്നപ്പോൾ വളരെയധികം ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വന്നു കാണുമല്ലോ. അതൊക്കെ എങ്ങനെ തരണം ചെയ്തു എന്നൊന്ന് പറയാമോ? ശരിയാണ്.
എന്നെ പോലെ പല സ്ഥലങ്ങളും മാറി മാറി കുട്ടികളെയും കൂട്ടി അവസാനം ഇവിടെ എത്തപ്പെട്ട ഒത്തിരി മാതാപിതാക്കളുണ്ട്. എനിക്ക് തോന്നുന്നത് എൽസമാൻറ്റിയും അങ്ങനെയുള്ള ഒരാളാണെന്ന് തോന്നുന്നു. തിരക്കേറിയ ജോലിക്കിടയിൽ വ്യത്യസ്ത സാഹചര്യങ്ങളോടുള്ള പൊരുത്തപ്പെടലും വീട്ടുജോലിയും ഒപ്പം സ്നേഹത്തോടും ക്ഷമയോടും കൂടി കുട്ടികളെ വളർത്തലും അല്പം ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. പക്ഷെ ഇവിടെ ക്ഷമ എന്നത് പലപ്പോഴും വിട്ടുപോകാറുണ്ടെന്ന് മാത്രം. പക്ഷെ ഇവിടെയല്ല ഒരു ശക്തി അല്ലെങ്കിൽ ഊർജമായിട്ട് എനിക്ക് കിട്ടുന്നത് നാട്ടിലായിരിക്കുന്ന എൻ്റെ അമ്മയെക്കുറിച്ചുള്ള ഓർമ്മയാണ്. അമ്മയെക്കുറിച്ച് ആലോചിക്കുമ്പോൾ മിനിയുടെ മനസ്സിൽ ആദ്യം വരുന്ന ഓർമ്മ എന്താണ്? അമ്മയെക്കുറിച്ച് പറഞ്ഞാൽ ആദ്യം മനസ്സിൽ വരുന്ന ചിന്ത പണ്ട് അമ്മ എനിക്ക് തന്നൊരു ഉപദേശമാണ്. ആ ഉപദേശം ഇന്നും ഇവിടെ എപ്പോഴും തന്നെ ഞാൻ ഓർക്കാറുണ്ട്. നമ്മൾ എവിടെ എത്തിപ്പെട്ടാലും അവനവന്റെ നിലയും വിലയും മറക്കരുതെന്ന്. അമ്മ ഉദ്ദേശിച്ച ആ നിലയും വിലയും എന്നത് അന്തസ്സും ആഭിജാത്യവും ഒന്നുമല്ല, തലമുറ പകർന്നു തരുന്ന മൂല്യങ്ങളാണ്. അതെ. പിന്നെ ലളിത പപ്പയുടെ സ്വന്തം അപ്പൂസ് എന്ന മൂവി കണ്ടിട്ടുണ്ടല്ലോ. അതിലൊരു പാട്ടുണ്ട്, ഓലത്തുമ്പ. വളരെ പോപ്പുലർ ആയുള്ള ഒരു സോങ്ങാണ്. അതില് 2 വരികളുണ്ട്. ഏതു ദേശമാകിലും ഏതു വേഷമേകിലും അമ്മ തന്നെ അമ്മിഞ്ഞ പാലിന്റെ മാധുര്യം കാത്തിടേണമേ. ഇത് എനിക്ക് തോന്നുന്നത് നമ്മൾ നന്നായിട്ട് പാടുന്നു, വല്ലപ്പോഴൊക്കെ മൂളും. ഇത് നമ്മുടെ കുട്ടികളിലേക്ക് നമുക്ക് പകർന്നു കൊടുക്കാൻ നമുക്ക് സാധിക്കണമെന്നുള്ളതാണ് എന്റെ ആഗ്രഹം. പിന്നെ അങ്ങനെ പറഞ്ഞു വരുമ്പോ ഞാൻ എന്റെ ഭർത്താവിന്റെ അമ്മയെ മറച്ചു വെക്കുന്നത് ശരിയല്ല. തീർച്ചയായിട്ടും ആ അമ്മയെ വേറൊരു അമ്മയായിട്ട് എനിക്ക് കാണാൻ പറ്റില്ല. 9 മക്കളുള്ള ആ അമ്മ നാട്ടില് മക്കളെല്ലാം അവധിക്ക് വരുന്നത് നോക്കിയിരിക്കും. ആ അമ്മയെക്കുറിച്ച് വരുമ്പോൾ ശരിക്കും പറഞ്ഞാൽ എനിക്ക് വികാരം കൂടി വരികയാണ്. 10 ഇരട്ടി ശേഷി അമ്മയ്ക്ക് അന്നേരം വീണ്ടെടുക്കുകയാണ്. എത്ര ജോലിക്കാരുണ്ടെങ്കിലും അതിരാവിലെ എഴുന്നേറ്റ് അമ്മ ബ്രേക്ക്ഫാസ്റ്റ് ഒരുക്കും. പിന്നെ അടുക്കള നിറയെ ഭക്ഷണം, മുറ്റം നിറയെ തുണി കാണുന്നത് അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ്. കുട്ടികളുടെ തുണിയെല്ലാം കൊണ്ടുപോയി കഴുകി. പിന്നെ അമ്മ അങ്ങനെ വിശ്രമിക്കുന്ന സമയത്ത് വരാന്തയിൽ ഇരുന്നിട്ട് കുട്ടികളുടെ ആ കുസൃതിയൊക്കെ ആസ്വദിക്കും. അന്നേരം അമ്മയ്ക്കൊരു അസുഖമില്ല. പിന്നെ ഒരു ദിവസം ഞാൻ അമ്മയോട് ചോദിച്ചു, അമ്മയ്ക്ക് എങ്ങനെ ഇതെല്ലാം ചെയ്യാൻ പറ്റണേന്ന്. അപ്പം അമ്മ പറഞ്ഞു, എൻ്റെ ഈ വീട് നിറയെ കുട്ടികളായിരുന്നൊരു ദിവസങ്ങളുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളെല്ലാം തിരിച്ചു വരുമോ എനിക്ക് ആ ഒരു സന്തോഷം തിരിച്ചു കിട്ടുകയാണെന്ന്. ഇങ്ങനൊരു നല്ല അമ്മയെ കിട്ടിയത് മിനിയുടെ ഒരു ഭാഗ്യം. തീർച്ചയായിട്ടും അതാണ് അമ്മ. മക്കൾ എത്ര വളർന്നാലും അമ്മ തന്നെയാണ്. അമ്മയ്ക്ക് മക്കളെല്ലാം ഒരുപോലെ തന്നെ അല്ലേ? എൽസമാൻറ്റി, ഞാൻ പണ്ട് എവിടെയോ വായിച്ചിട്ടുണ്ട്, വീട്ടിൽ ആകെ 4 പേരുണ്ട്, ആപ്പിൾ ആകെ 3 എണ്ണവും. അമ്മ പെട്ടെന്ന് പറയും, എനിക്ക് ആപ്പിൾ ഇഷ്ടമില്ല. അമ്മമാരുടെ സ്നേഹത്തിന് ചിലപ്പോൾ നുണയുടെ രൂപമുണ്ടാവും. ഓരോ നുണകളും അമ്മമാരുടെ ഓരോ ത്യാഗങ്ങളായിരുന്നുവെന്ന് എല്ലാ മക്കളും അറിയുന്നു. എന്നിട്ടും എത്രയോ അമ്മമാരാണ് ഓരോ ദിവസവും വഴിയരികിലും അനാഥാലയങ്ങളിലും ഉപേക്ഷിക്കപ്പെടുന്നത്. ഇതിനെപ്പറ്റി എൽസമാൻറ്റിക്ക് എന്താണ് പറയാനുള്ളത്? വാസ്തവത്തിൽ അതൊരു സങ്കടകരമായ അവസ്ഥ തന്നെയാണ്. പക്ഷേ അമ്മമാരെ വേദനിപ്പിക്കത്തക്ക രൂപത്തിൽ മക്കളുടെ ഏത് പ്രവർത്തനവും ഒരു വിധത്തിലും ന്യായീകരിക്കാവുന്നതല്ല. അങ്ങനെയുള്ള സാഹചര്യങ്ങൾ നേരിടേണ്ടി വരുമ്പോൾ അമ്മമാരുടെ ത്യാഗപൂർണമായ സഹന പ്രവൃത്തികൾ ഓർമ്മിക്കുന്നത് നന്നായിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലേ? മിനി, ആദ്യമായി അമ്മയായപ്പോൾ തോന്നിയ വികാരം ഒന്ന് പറയാമോ? അമ്മ എന്ന വാക്കിന് ഒരു പ്രത്യേക നിർവചനം ആവശ്യമില്ലല്ലോ. സ്നേഹം, വാത്സല്യം, ത്യാഗം, അർപ്പണം, കരുതൽ, ഇതിനെല്ലാം ഉദാഹരണമായിട്ട് നമുക്ക് അമ്മ എന്ന വാക്കിനെ ചൂണ്ടിക്കാണിക്കാൻ പറ്റും. തുറന്നു പറഞ്ഞാൽ ആദ്യമായി അമ്മയാണെന്ന് ഞാൻ അറിഞ്ഞപ്പോൾ അത് സ്ത്രീത്വത്തിന്റെ ഒരു അംഗീകാരമായി മാത്രമേ ഞാൻ കണ്ടുള്ളൂ. വളരെ ശരിയാണ്. പിന്നീട് ആ കുട്ടി ഉദരത്തിൽ വളരുമ്പോഴും കുട്ടിയോടുള്ള സ്നേഹം കൂടിക്കൊണ്ടിരുന്നു. ഏതൊരു അമ്മയെയും പോലെ കുട്ടിയുടെ ഓരോ മൂവ്മെന്റ്സും ഞാൻ ആസ്വദിച്ചു. കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞപ്പോൾ ഉണ്ടായ ഫീലിംഗ് എന്തായിരുന്നു? കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞപ്പോൾ യഥാർത്ഥത്തിൽ കുഞ്ഞിനോടുള്ള എന്റെ സ്നേഹത്തിനൊപ്പം എനിക്ക് എന്റെ അമ്മയോടുള്ള ബഹുമാനവും സ്നേഹവും ഒന്നുകൂടി ആഴപ്പെട്ടു. അമ്മമാരുടെ സ്നേഹവും സഹനവും മക്കൾ മറക്കാതിരിക്കാനാകണം തമ്പുരാൻ പൊക്കിൾ കൊടിയുടെ മാർക്ക് അങ്ങനെ തന്നെ എല്ലാവർക്കും വച്ചിരിക്കുന്നത്. വളരെ ശരിയാണ് വിനി. എൽസമാൻറ്റി, നമ്മുടെ പുതിയ തലമുറയെക്കുറിച്ച് എന്താണ് അഭിപ്രായം? നമ്മുടെ പുതിയ തലമുറ ഇവിടുത്തെ 2 സംസ്കാരങ്ങൾ തമ്മിൽ അനുരഞ്ജിപ്പിക്കാൻ വളരെ ഞെരുങ്ങുന്നുണ്ട്. അവർ നേരിടുന്ന വിഷമങ്ങളെപ്പറ്റി അമ്മമാർക്ക് ഒരു സഹാനുഭൂതി ഉണ്ടാകേണ്ടത് ആവശ്യമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അമ്മമാർക്ക് സ്വാഭാവികമായി അവർ ജനിച്ചു വളർന്ന സംസ്കാരത്തിന്റെ ആചാരമര്യാദകളിലേക്ക് ഒരു ചായ്വുണ്ടാകാം. അതിൽ നിന്ന് ജനിക്കുന്ന കോൺഫ്ലിക്റ്റ് വരാതിരിക്കാൻ അമ്മമാർ ശ്രദ്ധിക്കണം.
അപ്പൊ അമ്മമാർക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ കൂടുതൽ എളുപ്പമായിരിക്കുമെന്നാണ് എൽസം ആന്റി പറഞ്ഞു വരുന്നത്. അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത് അല്ലേ? മിനി, നമ്മൾ പ്രവാസി മലയാളികൾ അന്യരാജ്യങ്ങളിൽ പണിയെടുത്ത് ജീവിക്കുന്നു അല്ലേ? വീക്കെൻഡിൽ ഫാമിലിയുടെ കൂടെ സന്തോഷം പങ്കുവെക്കുന്നു. ഇത് മാത്രമാണോ നമ്മൾ ജീവിതത്തിൽ ചെയ്യേണ്ടത്? ഭൂരിപക്ഷം ആളുകളുടെയും അമ്മമാർ നാട്ടിലാണുള്ളത്. മിനിയുടെ അഭിപ്രായത്തിൽ നമ്മൾ ഇവിടെ ഇരുന്നു കൊണ്ട് നമ്മുടെ അമ്മമാർക്ക് എന്തെല്ലാം ചെയ്യാൻ കഴിയും? ഈ ചോദ്യത്തിന്റെ ഉത്തരം ഒറ്റ വാക്കിൽ ഒതുക്കാൻ പറ്റുന്ന എനിക്ക് തോന്നുന്നില്ല. നമുക്കൊക്കെ മാതാപിതാക്കളുടെ കൂടെ താമസിക്കാൻ തന്നെ ആഗ്രഹം. അവർക്കും അങ്ങനെയൊക്കെ തന്നെയാണ്. പക്ഷെ പലവിധ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി ഇവിടെ വന്നിരിക്കുന്ന നമുക്ക് പലവിധ സാഹചര്യങ്ങളായിരിക്കുന്ന മാതാപിതാക്കളെ ഇവിടെ കൊണ്ടുവരാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മളതിന് ശ്രമിക്കാം. പക്ഷെ ചിലർക്ക് ശാരീരിക അസ്വാസ്ഥ്യങ്ങളുള്ളവരായിരിക്കാം. ചിലർക്ക് ഇവിടെ വരാൻ താല്പര്യം ഉണ്ടാവില്ല, നാടും വീടും വിട്ട്. അങ്ങനെയുള്ള സന്ദർഭത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമുക്ക് അവധിക്കാലങ്ങളിൽ അവരെ ഫ്രീക്വന്റ് ആയിട്ട് കാണാൻ പോവുക, കുട്ടികളോടൊത്ത്, പ്രത്യേകിച്ച് കൊച്ചുമക്കളോടൊത്ത്. അപ്പൊ മിനിയുടെ അഭിപ്രായത്തിൽ വർഷത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും നമ്മൾ അവരെ പോയി കാണുക എന്നുള്ളതാണ്. ഒന്നെന്ന് പറയുന്നത് ചിലപ്പോ നമുക്ക് 2 വർഷത്തിൽ ഒരിക്കലെങ്കിലും അറ്റ്ലീസ്റ്റ്. അതെ, പക്ഷെ കൊച്ചുമക്കളെ കൂടെ കൂട്ടണം. അപ്പോൾ ആ ബോണ്ട് വളരുക ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് പല മക്കളുണ്ടെങ്കിൽ അവർക്ക് മാറി മാറി വന്ന് താമസിക്കാം പേരൻസിന്റെ കൂടെ, പുറത്തുള്ളവരാണെങ്കിൽ. പിന്നെ തീർച്ചയായിട്ടും ചെയ്യേണ്ട കാര്യം 1-2 ദിവസം കൂടുമ്പോൾ അവരെ വിളിക്കുക, അവരുടെ സുഖാന്വേഷണങ്ങൾ അന്വേഷിക്കുക അല്ലേ? ഓക്കെ. ഇനി മിനിക്ക് എൽസം ആന്റിയോട് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ പ്രത്യേകിച്ച്? ഇപ്പൊ എൽസം ആന്റിയും ഞങ്ങളെ പോലെയൊക്കെ തന്നെ പല രാജ്യങ്ങളും കടന്ന് ഇവിടെ വന്ന ഒരാളാണ് എന്ന് ഞാൻ മനസ്സിലാക്കി. ആന്റിക്ക് ഇവിടെ വന്നപ്പോൾ മക്കളെ ഇപ്പം അവർ നമ്മൾ പറയുന്നത് അനുസരിക്കുന്നില്ല, അല്ലെങ്കിൽ നമുക്ക് ആ നമ്മുടെ ക്ഷമയുടെ അങ്ങേ അറ്റം പോകുന്നു എന്നുള്ളൊരവസ്ഥ വരുമ്പോൾ അതെങ്ങനെ മാനേജ് ചെയ്തു? പലപ്പോഴും പലതും കണ്ണടയ്ക്കേണ്ടതും ചെവി അടയ്ക്കേണ്ടതും വന്നിട്ടുണ്ട്. നമ്മളുടെ കൾച്ചറൽ വ്യത്യാസം കൊണ്ടാണ് ഈ പ്രശ്നം വരുന്നതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. ചിലപ്പോൾ അവർ പറയും, യു ഡോണ്ട് അണ്ടർസ്റ്റാൻഡ്, വി ആർ ഔട്ട് ദെയർ, യു ആർ ഇൻ ഹിയർ. അപ്പോൾ അങ്ങനെ അത് കേൾക്കുമ്പോൾ പിന്നെ നമ്മൾ തന്നെ പതുക്കെ അത് അവർ കടന്നുപോകുന്ന വിഷമങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാറുണ്ടായിരുന്നു. അതെ, നമ്മൾ എപ്പോഴും നമ്മുടെ ഒരു സൈഡ് മാത്രമേ ചിന്തിക്കുള്ളൂ. ശരിയാ. നമ്മുടെ പരിപാടി അവസാനിക്കാൻ സമയമായിരിക്കുന്നു. അവസാനമായി എൽസം ആന്റി, പഴയ തലമുറയിലെ അമ്മ എന്ന നിലയ്ക്ക് ഇപ്പോഴത്തെ തലമുറയിലെ അമ്മമാരോട് അല്ലെങ്കിൽ അമ്മമാർ ആകാൻ പോകുന്നവരോട് എന്തുപദേശമാണ് നൽകാനുള്ളത്? യങ് മദേഴ്സിനോട് എനിക്ക് ഒരു കാര്യം പറയാനുണ്ട്. അവരവരുടെ അമ്മമാരിൽ നിന്നും പഠിച്ചിരിക്കുന്ന നല്ല പാഠങ്ങൾ പ്രാവർത്തികമാക്കണം. മാതാപിതാക്കളെ പറ്റിയുള്ള വാരികകളും പുസ്തകങ്ങളും വായിച്ച് മനസ്സിലാക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ സ്ട്രഗ്ലിംഗ് മദേഴ്സിനോട് പറയാനുള്ളത്, അവർ എന്താണ് ഈ പ്രോബ്ലം ഉണ്ടാക്കുന്നത് എന്ന് കണ്ടുപിടിച്ച് അതിന് തക്കതായ പ്രതിവിധി കണ്ടുപിടിക്കണം. ഒരിക്കലും ആ പരിസ്ഥിതി നീട്ടിക്കൊണ്ടു പോകാൻ അനുവദിക്കരുത്. പിന്നെ ഫ്യൂച്ചർ മംസിന് എനിക്ക് പറയാനുള്ളത്, ഭൗതികമായി അവർ ഒരുങ്ങുന്ന സമയത്ത് തന്നെ ആധ്യാത്മികമായി കൂടി ഒരുങ്ങണം. ഇടപെട്ടോട്ടെ എൽസം ആന്റി. ഇവിടെ എൽസം ആന്റി ഒരുങ്ങണം എന്ന് ഉദ്ദേശിക്കുന്നത് ഒന്ന് വിശദീകരിക്കാമോ? അതായത് നമ്മൾ ഭൗതികമായിട്ട് ഒരുങ്ങാന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു കുഞ്ഞുണ്ടാകാനായിട്ട് പോകുമ്പോഴത്തേക്കും നാപ്പി ഉണ്ടാകും, ഉടുപ്പെല്ലാം മേടിച്ചു വെക്കും. പക്ഷേ അതേസമയം നമ്മളൊരു ആത്മീകമായിട്ടും നമ്മൾ അതേപ്പറ്റി കൂടുതൽ ചിന്തിച്ചും വായിച്ചും അങ്ങനെ ഒരു അമ്മയാകാൻ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് ഒരു നല്ല ഭാഗ്യമായിട്ടുള്ള ഒരു സമയമാണ് അത് അമ്മയാകുക എന്നുള്ളത്. അതേസമയം അല്ലെങ്കിൽ അതൊരു വലിയ പ്രശ്നത്തിലേക്കായിരിക്കും നമ്മളെ നീട്ടുന്നത്. പൊതുവായ എൻ്റെ ഉപദേശം ഇതാണ്, നമ്മുടെ സാംസ്കാരികമായ ആചാരങ്ങളും മൂല്യങ്ങളും നിലനിർത്തിയാൽ നമുക്ക് ഒരു ശോഭനമായ ഭാവിയെ പ്രതീക്ഷിക്കാം. ഓക്കെ. ഇന്ന് നമ്മോടുകൂടെ അമ്മ മനസ്സിൽ പങ്കെടുത്ത ശ്രീമതി എൽസമ്മ ജോർജിനും ശ്രീമതി മിനി സെബിക്കും സിഡ്നി മലയാളി റേഡിയോയുടെ പേരിൽ ഞാൻ നന്ദി അറിയിക്കട്ടെ. നന്ദി. താങ്ക് യു വെരി മച്ച്. സിഡ്നിയിലെ എല്ലാ അമ്മമാർക്കും ഒരിക്കൽ കൂടി മാതൃദിനം ആശംസിച്ചുകൊണ്ട് അച്ചുവിന്റെ അമ്മ എന്ന ചിത്രത്തിലെ എന്തു പറഞ്ഞാലും നീ എന്റേതല്ലേ വാവേ എന്ന മനോഹര ഗാനം ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ട്
ഈ പരിപാടി ഇവിടെ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.